ഹായ് എവ്രി വൺ. ഇന്ന് വന്നിട്ടുള്ളത് റീസെൻ്റ് ആയിട്ട് നടന്നൊരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐ നെവർ റിയാക്ട് സച്ച് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ബിഫോർ, ബട്ട് ദിസ് ടൈം എനിക്ക് സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇൻസിഡൻറ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ യു എയിലുള്ള ഒരാൾ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അത് കഴിഞ്ഞ് 1 വീക്ക് ആവുന്നതിന് മുന്നേ അടുത്തൊരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ അറിഞ്ഞിടത്തോളം ഈ 2 കുട്ടികളും എഡ്യൂക്കേറ്റഡ് ആണ്. ഒരാൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ജോലിക്ക് പ്രവേശിക്കാൻ പോവുമായിരുന്നു. ഇവിടെ ജോലി ചെയ്യാനും അല്ലെങ്കിൽ ജോലിക്ക് പ്രവേശിക്കാനും ഇവിടെ വരാനുമുള്ള ധൈര്യം കാണിക്കുന്ന ഈ കുട്ടികൾ എന്തിനാണ് സൂയിസൈഡ് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്? ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നോ നമുക്കറിയില്ല. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കത് കൂടുതൽ വഴി അറിയാം. ഉള്ള അറിവ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷൻ്റെ അത്ര വേറെ ആർക്കും ഇല്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമായിരുന്നു. മരണം ഒഴിവാക്കായിരുന്നു. ഒന്നും വേണ്ട, ഒരു ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി ഒട്ടും യോജിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഒരു ഓപ്ഷൻ ആണല്ലോ. ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതൊന്നും ചിന്തിക്കാതെ ഈ മരണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിയതാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അവർ മരിച്ചു, അവർ പോയി. അവരുടെ കൂടെ ഉണ്ടായ ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഇടയ്ക്ക്. ഐ എം എ മാരീഡ് വുമൺ. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, ആൾക്ക് ആളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വൈഫ് എന്ന് പറയുന്നത് അടിമയാണ് എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ഡ്രസ്സ് ഇടാൻ പോലും ഹസ്ബൻഡ് സമ്മതിക്കില്ല. നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഹസ്ബൻഡ് സമ്മതിക്കില്ല. അതെന്തിനാണ് ആ ഒരു സമ്മതം? നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ ചെയ്യണ്ടേ? ഹസ്ബൻഡാണ് ഓക്കെ, പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു സ്പേസ് വേണം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, അവൾ എൻ്റെയാണ്, അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. നത്തിങ് ടു സേ. സോ പെൺകുട്ടികളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഇതേപോലത്തെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയും കുറിച്ച് ആലോചിക്കുക. നമ്മൾ വീട്ടുകാരോട് തുറന്ന് പറയുക കാര്യങ്ങളൊക്കെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ടിനോടെങ്കിലും തുറന്ന് പറയുക. നമ്മൾ വീട്ടുകാരോട് തുറന്ന് പറഞ്ഞ് വീണ്ടും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്ന വീട്ടുകാരുണ്ടാവും. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവും. നമ്മുടെ പാരൻസ് ഒരിക്കലും നമ്മൾ മോശമായി പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല. സോ ആർക്കും ഒരു പെൺകുട്ടിക്കും ഇതേപോലുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. സോ ഇനി ഒരു വിഭജിക്കുകയും ഒരു അതുല്യം ഉണ്ടാവാതിരിക്കട്ടെ.